Hello everyone, it's me Shana. Welcome to my YouTube channel Science Home Tutor Learn Easy. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഓൺ മൈ ചാനൽ. കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പാർട്ട് 1 ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവാണ്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇഫക്ട്സ് ആയ ഹീറ്റിംഗ് ഇഫക്റ്റ്, മാഗ്നറ്റിക് ഇഫക്റ്റ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ദാറ്റ് ഈസ് ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഹീറ്റ് ആവുമ്പോൾ അത് ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. അത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അതിനെ. അതായത് ഫിലമെൻറ്റ് ബൾബെല്ലാം നമുക്ക് ഗ്ലോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ടായിട്ട് നമ്മൾ ഇലക്ട്രിക് ബെല്ല്, ഇലക്ട്രോ മാഗ്നറ്റ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു എഫക്റ്റാണ് കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ കെമിക്കൽ ഇഫക്റ്റ് എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻ, അതായത് നമ്മളിപ്പോൾ ഹീറ്റിംഗ് ഇഫക്റ്റിൽ അപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഫിലമെൻറ്റ് ബൾബാണെങ്കിലും അയൺ ബോക്സ് അതൊക്കെ ഈ ഹീറ്റിംഗ് ഇഫക്റ്റ് കൊണ്ട് നല്ല ചൂടാവുമ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്ക് അല്ലേ. സോ ഈ കെമിക്കൽ ഇഫക്റ്റിനെയും യൂസ് ചെയ്തിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസ്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. നമ്മൾ കെമിക്കൽ ഇഫക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് വാട്ട് ഇസ് കെമിക്കൽ ചേഞ്ച് ഒന്ന് റീകളക്ട് ചെയ്യണം. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് അല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു പേപ്പർ എടുത്ത് രണ്ടായിട്ട് കീറി കഴിഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ ഒരു ഫിസിക്കൽ ചേഞ്ച് ആണല്ലേ. ഭാഗികമായിട്ട് അതിൻ്റെ ഫിസിക്കലായിട്ട് ചേഞ്ച് വന്നിരിക്കുകയാണ് പേപ്പർ കീറി കഴിഞ്ഞാൽ. അതേസമയം ആ പേപ്പറിനെ നമ്മൾ ബേൺ ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും, അത് അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ആയി. അതായത് എന്താണ്, അവിടെ ആഷസ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ. ആ പേപ്പർ കത്തിയതിൻ്റെ ചാരം ആഷസ് ഉണ്ടാവും. പിന്നെ അതുപോലെ കുറച്ച് ഗ്യാസ് ഒക്കെ ഇങ്ങനെ ആ സ്മോക്കായിട്ടും ഗ്യാസ് ആയിട്ടും പോകും. അതൊക്കെ എന്താണ്, അവിടെ ന്യൂ സബ്സ്റ്റൻസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഒരു കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഒരു ഫിസിക്കൽ ചേഞ്ച് പറയുമ്പോൾ അവിടെ ഒരു പുതിയ ന്യൂ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, എ ചേഞ്ച് ഇൻ വിച്ച് വൺ ഓർ മോർ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് അല്ലേ. നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ പേപ്പറിന് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു. ബേണിംഗ് എല്ലാം തന്നെ എന്താണ്, കെമിക്കൽ ചേഞ്ച് ആണ്. അവിടെ ന്യൂ സബ്സ്റ്റൻസ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാസ് എങ്കിലും അവിടെ ഇവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഒന്നോ അതിൽ കൂടുതലോ ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാവാം. ബേണിംഗ് ഓഫ് മാഗ്നീഷ്യം റിബൺ നമുക്ക് പറയാം, അതിലുണ്ട്. ഇതുപോലെ ആഷസും ഗ്യാസസും ഒക്കെ ഉണ്ട്. അതുപോലെ റസ്റ്റിംഗ് ഓഫ് അയേൺ. റസ്റ്റിംഗ് ഓഫ് അയേണിൽ റസ്റ്റ് എന്താണ്, അയേൺ ഓക്സൈഡ് ആണ്. അതൊരു പുതിയ സബ്സ്റ്റൻസ് ആണ്. അയേൺ അല്ല, അയേൺ ഓക്സൈഡ് ആണത്. സോ ഇറ്റ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ്. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച് അല്ലേ. അപ്പോൾ കെമിക്കൽ ഇഫക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റി നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ മൊത്തം ലിക്വിഡ്സിൻ്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ലിക്വിഡ്സിലുള്ള കണ്ടക്ടിവിറ്റിയാണ് പഠിക്കുന്നത് അല്ലേ. സോ നമ്മളിവിടെ ഒരു ലിക്വിഡ് എടുക്കുകയാണ്, വാട്ടർ തന്നെ എടുക്കുകയാണ്. ഓക്കെ, നമ്മളെങ്ങനെയാണ് ലിക്വിഡിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുക, നമ്മൾ ആസിഡോ സോൾട്ടോ ബേസോ ഒക്കെ ആഡ് ചെയ്താൽ കണ്ടക്ടിവിറ്റി കൂടും അല്ലേ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ ഓഫ് സോൾട്ട് ആഡ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ആ വാട്ടർ എന്താണ്, നല്ല കണ്ടക്ടിവിറ്റി ആയില്ലേ. ഇനി നമ്മൾ ഇതിലോട്ട് ഈ ബാറ്ററി കണ്ടല്ലോ, ഈ സർക്യൂട്ട് നമ്മൾ ഇതിനെ ഇമേഴ്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ 2 ഫ്രീ എൻഡ്സിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കാർബൺ റോഡ്സ് ആണ്. അതായത് നമ്മുടെ ഈ സെല്ല് ഉണ്ടാവുമല്ലോ, ബാറ്ററി സെൽ. അപ്പോൾ ആ സെല്ലിൻ്റെ ഉള്ളിലത്തെ ആ സംഭവം, ആ ഉള്ളിലത്തെ ആ മെറ്റൽ പാർട്ട് എടുത്തിരിക്കുകയാണ് ഈ സംഭവം. അതിനാണ് നമ്മൾ കാർബൺ റോഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഈ ഫ്രീ എൻഡ്സ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്തെങ്കിലും കണ്ടക്ടറിനെ, അതായത് ഇപ്പോൾ ഇതൊരു മെറ്റലാണ് അല്ലേ. സോ ഇവിടെ ഈ കാർബൺ ഇലക്ട്രോഡ്സ് അല്ല കാർബൺ റോഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് അയേൺ നെയിൽസ് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ അയേൺ നെയിൽസ് വെച്ചാലും കാർബൺ റോഡ്സ് വെച്ചാലും ഈ ഫ്രീ എൻഡ്സിൽ അതിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇലക്ട്രോഡ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് ഇലക്ട്രോഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. അതൊരു കണ്ടക്ടറാണ്. ഓക്കെ, ത്രൂ വിച്ച് ഇലക്ട്രിക് കറണ്ട് ക്യാൻ ഫ്ലോ അല്ലേ. കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്നതൊക്കെ കണ്ടക്ടറാണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്. അപ്പോൾ അതുപോലെ ഒരു കണ്ടക്ടറിനെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തിട്ട് നമ്മൾ കാർബൺ റോഡ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ അയേൺ നെയിൽസും യൂസ് ചെയ്യാം കേട്ടോ. സോ ഈ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലോട്ട്
കണക്ട് ചെയ്ത ഇലക്ട്രോഡിനെ നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്തതിനെ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയും. ഓക്കെ, സോ പോസിറ്റീവ് ഇലക്ട്രോഡ് ഇസ് വാട്ട്? It is the electrode connected to the positive terminal. അല്ലേ? നെഗറ്റീവ് ഇലക്ട്രോഡ് is connected to the negative terminal. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സർക്യൂട്ടിനെ എന്ത് ചെയ്തു? ഈ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, അതിൻ്റെ മെറ്റൽ ക്യാപ്പ്, ആ മേലത്തെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഈ കോപ്പർ വയറിനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ടിൻ്റെ ആ വയേഴ്സിനെ കൊണ്ടുവന്ന് ടൈ ചെയ്ത് വെച്ച് ആ മേലത്തെ പാർട്ടിനെ മെറ്റൽ ക്യാപ്പ് എന്ന് പറയുക. അപ്പോൾ ആ മെറ്റൽ ക്യാപ്പ് മുങ്ങി പോകരുത്, അത് മേലെ ആയിരിക്കണം. സെറ്റപ്പ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് അല്ലേ? സോ നമ്മൾ ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ എന്താ സംഭവിക്കുക? ഓഫ് കോഴ്സ് അവിടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. അവിടെ കണ്ടക്ടിവിറ്റി ആയി അല്ലേ? നമ്മളൊരു കണ്ടക്ടിങ് ലിക്വിഡിലേക്കാണ് ഇപ്പോൾ ഇത് ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടക്ഷൻ നടന്നു, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? സോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഒരു 3 to 4 minutes കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, അതിൽ ആ വാട്ടറിൽ ഗ്യാസ് ബബിൾസ്, ഇങ്ങനെ ബബിൾസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ നമുക്കിതിനൊരു കെമിക്കൽ ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്തുകൂടെ? അതായത് ഇവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ കെമിക്കൽ ചേഞ്ചിനെ കുറിച്ച് മുമ്പേ പറഞ്ഞത്. ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അതൊരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ? സോ ഇവിടെ നമുക്ക് ഗ്യാസ് ബബിൾസിനെ കാണാനായിട്ട് പറ്റും. സോ നമ്മൾ ഒരു ഇലക്ട്രിക് കറണ്ടിനെ ഒരു കണ്ടക്ടിങ് ലിക്വിഡിലേക്ക് പാസ് ചെയ്യിപ്പിച്ചാൽ, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തു അല്ലേ? ലിക്വിഡിൽ കൂടെ, ഒരു കണ്ടക്ടിങ് ലിക്വിഡ് ആയിരുന്നു, അതിൽ കൂടെ പാസ് ചെയ്യിക്കുമ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും. ഓക്കെ, അതിനെയാണ് നമ്മൾ കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നമുക്ക് എങ്ങനെ കാണാനായിട്ട് പറ്റിയത്? അവിടെ ഒരു ഗ്യാസ് ബബിൾസ് ഫോം ചെയ്തു അല്ലേ? അപ്പോൾ അവിടെ എന്തൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇപ്പം കണ്ട എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഗ്യാസ് ബബിൾസ് ആണ് ഫോം ചെയ്തത് അല്ലേ? സോ കെമിക്കൽ റിയാക്ഷൻസ് ഈ ഗ്യാസ് ബബിൾസ് ആയിട്ട് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുക, പല റിയാക്ഷൻസും കാണാൻ പറ്റും. അത് നമുക്ക് ടെക്സ്റ്റിൽ 2-3 റിയാക്ഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. റിയാക്ഷൻസ് മാറി വരുന്നത് നമ്മൾ എടുക്കുന്ന ഇലക്ട്രോഡും ആ സൊല്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വാട്ടറും അതിൽ കുറച്ച് സോൾട്ട് ഇട്ടിട്ടേ ഉള്ളൂ, നമ്മൾ മെറ്റലുള്ള സൊല്യൂഷൻ എടുക്കും, അതായത് കോപ്പർ സൾഫേറ്റ് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇത് ഡിഫറെൻ്റ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻസ് അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. ചില കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ആ സൊല്യൂഷൻ എടുത്ത സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് വരും. ഓക്കെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവും. സോ അതിനൊരു എക്സാമ്പിളായിട്ട് ബൂജോ ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. നമ്മൾ കണ്ടക്ടിങ് ലിക്വിഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ടെസ്റ്റർ അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ടെസ്റ്റർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലൊക്കെ ഈ ലിക്വിഡ് അല്ലാണ്ട്, കണ്ടക്ടിങ് ലിക്വിഡ് അല്ലാതെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ചെയ്യാൻ പറ്റുമോ, കണ്ടക്ട് ചെയ്യുമോ എന്നുള്ളത് ബൂജോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. പൊട്ടറ്റോൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൽ ഈ ടെസ്റ്ററിൻ്റെ ഫ്രീ എൻഡ്സ് പ്രസ് ചെയ്ത് വെച്ചു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ കണ്ടത് അവിടെ ഒരു കളർ ചേഞ്ച്. ഓക്കെ, ദാറ്റ് ഈസ് കളർ ചേഞ്ച് കണ്ടത് പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്ത ഫ്രീ എൻഡിനാണ് കളർ ചേഞ്ച് വന്നിരിക്കുന്നത്. ഒരു ഗ്രീനിഷ് ബ്ലൂ സ്പോട്ടാണ് അവിടെ കണ്ടത്. ഓക്കെ, സോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി ഇതിലൂടെ പാസ് ചെയ്തപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒരു കളർ ചേഞ്ച് കാണുന്നത് അല്ലേ? സോ ഇതുപോലെ പല സൊല്യൂഷൻസും എടുക്കുമ്പോൾ ഇലക്ട്രോഡ്സ് ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്താണ് പല തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് കാണാൻ പറ്റും. അതിലൊന്നാണ് ചേഞ്ച് ഇൻ ദ കളർ ഓഫ് സൊല്യൂഷൻ. ഏത് സൊല്യൂഷൻ എടുത്തോ അതിൻ്റെ കളർ ചേഞ്ച് വരാൻ ചാൻസസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ എ കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഈ പൊട്ടറ്റോ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റിൽ നോക്കിയപ്പോൾ അവിടെ ബ്ലൂ സ്പോട്ട്, ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് വന്നത് ആ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്ത ആ ഫ്രീ എൻഡിലാണ്. സോ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അറിയാതെ പോയി. അപ്പോൾ ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്കത് കണ്ടുപിടിക്കാം. ലൈക്ക് ഈ പൊട്ടറ്റോ എക്സ്പെരിമെൻറ്റിൽ ഈ സ്പോട്ട് വന്നല്ലോ, ഈ ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് വന്നല്ലോ, അപ്പോൾ അവിടെ കണക്ട് ചെയ്ത ആ ഭാഗമാണ് എന്ത് പോസിറ്റീവ് ടെർമിനൽ അല്ലേ? സോ ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് ഇതിൻ്റെ ടെർമിനൽ ഏതാണെന്ന്, ബാറ്ററിയുടെ ടെർമിനൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. മേ ബി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇപ്പോൾ ഇവിടെ പൊട്ടറ്റോൻ്റെ കേസാണ്, നിങ്ങൾക്ക് ഇനി എക്സാമിന് വേറെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സോ ഏതെങ്കിലും ഇതാക്കിയിട്ട് അവിടെ സ്പോട്ട് കണ്ടു,
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെർമിനൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പോസിറ്റീവ് ടെർമിനലാണ്. ഓക്കെ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണ് ആ സ്പോട്ട് വന്നോടത്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയതിൽ നമ്മൾ വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ ഗ്യാസ് ബബിൾസിനെ കണ്ടു, ഒരു കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്തു അല്ലേ. ആക്ച്വലി അവിടെ എന്താ നടക്കുന്നത് അറിയാവോ? നമ്മൾ ഈ ഇലക്ട്രോഡ്സിനെ അതിൽ ഇറക്കി വെച്ച് വാട്ടറിലോട്ട് ഇറക്കി വെച്ച് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി നടക്കുന്നത്, വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? H2O ആണ് അല്ലേ. അപ്പോൾ അവിടെ ഏതൊക്കെ ഗ്യാസസ് ആയിരിക്കും ഫോം ചെയ്യേണ്ടാവുക? ഓഫ് കോഴ്സ് ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കും അല്ലേ. ആക്ച്വലി ഈ വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും H2Oയിൽ നിന്നും സ്പ്ലിറ്റ് ആവുകയാണ്. അതിന് നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറയും. ദാറ്റ് ഈസ് വാട്ടർ ഗെറ്റ്സ് ഡിസോസിയേറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസസ്. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്, ഈ ഓക്സിജനും ഹൈഡ്രജനും ഏത് ഇലക്ട്രോഡ്സിലാണ് ഫോം ചെയ്യുക എന്നുള്ളത്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡിലായിരിക്കും. അതുപോലെ തന്നെ ഓക്സിജൻ ബബിൾസ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? പോസിറ്റീവ് ഇലക്ട്രോഡിലായിരിക്കും. അതായത് എങ്ങനെയാണ്? പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡിനെയാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയാം അല്ലേ. സോ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ H2O എന്ന് പറയുന്നത് ഈ H2ന് പ്ലസ് സൈൻ ആയിരിക്കും. ഓക്കെ, രണ്ടാമത് വരുന്ന ആൾക്ക് മൈനസ് സൈൻ ആയിരിക്കും. ഇത് പൊതുവെ ഇങ്ങനത്തെ കോമ്പൗണ്ട് ആയിട്ട് ഇരിക്കുന്നത്, ഇപ്പോൾ രണ്ട് എലമെന്റ്സ് കൂടിയതല്ലേ. ഇതിന് ഫസ്റ്റ് വൺ എപ്പോഴും പോസിറ്റീവും രണ്ടാമത്തെ എപ്പോഴും നെഗറ്റീവും ആയിരിക്കും. സോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇത് ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ചെയ്തു. H പ്ലസും ആയിട്ടും പോയി, ഓക്സിജൻ മൈനസും ആയിട്ടും പോയി. ഓക്കെ, രണ്ടും ഫ്രീ ആയിട്ട് പോയി, സെപ്പറേറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് പോയി. സോ അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ മാഗ്നറ്റിൻ്റെ കേസ് ആണെങ്കിലും അൺലൈക്ക് ആയിട്ടുള്ള പോൾസ് ആണ് അട്രാക്ട് ചെയ്യുക, സെയിം ഒക്കെ റിപ്പൽ ചെയ്യും അല്ലേ. സോ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഇരിക്കുന്ന ആളുടെ അടുത്ത് ആര് ചെല്ലും? നെഗറ്റീവ് ആയിട്ടുള്ള ആൾ ചെല്ലും അല്ലേ. സോ ഇതിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ ആരാണ്? ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ ആരത്തേക്ക് പോകും? ഈ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തിട്ട് പോകും. നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് ആര് പോകും? പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ പോകും. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ. സോ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, തീർച്ചയായിട്ടും പഠിക്കുക കേട്ടോ. സോ എന്താണ് കെമിക്കൽ ഇഫക്റ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദ പാസേജ് ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കണ്ടക്ടിങ് സൊല്യൂഷൻ കോസസ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ. കണ്ടക്ടിങ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലിക്വിഡിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ ചില കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുന്നു. ക്ലിയർ അല്ലേ? ഇനി എന്തെല്ലാം കെമിക്കൽ ഇഫക്ട്സ് നമുക്ക് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ് കാണാൻ പറ്റുക? Chemical effects such as gas bubbles may be formed on the electrodes അല്ലേ. ചേഞ്ചസ് ഓഫ് കളർ ഓഫ് സൊല്യൂഷൻ മേ ഒക്കർ അല്ലേ. ഇനി ഒരു കെമിക്കൽ ഇഫക്റ്റ് കാണിക്കാൻ പോകുന്നത് ഡെപ്പോസിറ്റ്സ് ഓഫ് മെറ്റൽ മേ ബി സീൻ ഓൺ ഇലക്ട്രോഡ്സ്. സോ ഈ തേർഡ് പോയിന്റിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സ് ഉണ്ടല്ലോ, ഇലക്ട്രോഡ്സ് ആ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇലക്ട്രോഡ്സിലേക്ക് വേറെ ഏതെങ്കിലും മെറ്റൽസ് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ മേലെ ലെയറായിട്ട് വന്നിട്ട് നിൽക്കും. സോ ഈ ഒരു കെമിക്കൽ ഇഫക്റ്റിന് ഒരുപാട് യൂസ് ഉണ്ട് നമുക്ക്. ഇപ്പം നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റിലൊക്കെ ഇലക്ട്രിക് ബൾബിനൊക്കെ ആ ഹീറ്റിൻ്റെ കാര്യം നമ്മൾ യൂസ് ചെയ്തിട്ട് ബൾബ് കത്തിച്ചു അല്ലേ. നല്ലവണ്ണം ഹീറ്റ് ആകുമ്പോൾ റെഡ് ഹോട്ടായിട്ടാണ് നമ്മുടെ ഫിലമെൻറ്റ് ബൾബൊക്കെ ഗ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇഫക്റ്റാണ് ഈ ഡെപ്പോസിറ്റ്സ് ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോഡിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഡെപ്പോസിറ്റ്സ് ഓഫ് മെറ്റൽ മേ ബി സീൻ ഓൺ ഇലക്ട്രോഡ് എന്നുള്ള ഈ പോയിന്റ്. സോ അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്ലിക്കേഷൻസ് ഓഫ് കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഇപ്പോൾ ഫിലമെൻറ്റ് ബൾബിലൊക്കെ ഹീറ്റിംഗ് ഇഫക്റ്റ് അപ്ലൈ ചെയ്തതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു? ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ പ്രത്യേകിച്ച് ലേഡീസൊക്കെ റോൾഡ് ഗോൾഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് ഈ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ വളരെ ചീപ്പ് പ്രൈസിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. കണ്ടാൽ അതിൻ്റെ ചെയിൻസും കാര്യങ്ങളൊക്കെ എന്താണ് ഗോൾഡ് പോലെ ഇരിക്കും. പക്ഷെ ജസ്റ്റ് ഒരു ഗോൾഡ് കോട്ടിങ് മാത്രം, ഗോൾഡ് കളറിൻ്റെ ഒരു കോട്ടിങ് മാത്രമാണ്. ഒരു ചീപ്പ് മെറ്റലായിരിക്കും അതിൻ്റെ ഉള്ളിൽ വല്ല കോപ്പറോ അങ്ങനത്തെ വല്ല വളരെ ചീപ്പായിട്ടുള്ള മെറ്റലായിരിക്കും ഉള്ളിലുണ്ടാവുക. പക്ഷെ അതിൻ്റെ മേലെ ഒരു ഗോൾഡിൻ്റെ ഒരു ഗോൾഡ് കളർ ഒരു കോട്ടിങ് കൊടുത്തിരിക്കുക, അത്രയേ ഉള്ളൂ.
റിപ്പീറ്റഡ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓൺ റിപ്പീറ്റഡ് യൂസ് ദ ഗോൾഡ് കോട്ടിംഗ് വെയർ ഓഫ് അല്ലേ. സോ ഈ ഒരു ചീപ്പ് മെറ്റലിൻ്റെ മേലെ ഇതുപോലത്തെ ഗോൾഡ് കോട്ടിംഗ് വരിക. അതായത് ഗോൾഡ് എന്ന് പറയുന്ന വേറൊരു മെറ്റലാണ്, അതിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ചീപ്പ് മെറ്റലിൻ്റെ മേലെ ഗോൾഡിൻ്റെ ഒരു ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയും. സോ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്തിരിക്കുന്ന ഈ തേർഡ് ടൈപ്പ് ഓഫ് കെമിക്കൽ ഇഫക്റ്റിനെ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഈ റോൾ ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് പോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഒരു ബൈസിക്കിളിൻ്റെ ഹാൻഡിൽ ബാറിലൊക്കെ കൊടുത്തിരിക്കുന്ന പുറത്തുള്ള ആ സിൽവർ പോലത്തെ കോട്ടിങ്, ഉള്ളിൽ വേറെ ഏതെങ്കിലും ചീപ്പ് മെറ്റൽ ആയിരിക്കാം, അതിന് മേലെ ഒരു ഷൈനിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി, ഷൈനിങ് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉള്ളിൽ അയേൺ ആയിരിക്കാം. അയേൺ ആകുമ്പോൾ നല്ല ബലം ഉണ്ടല്ലോ. പക്ഷെ അയേൺ നമ്മൾ എക്സ്പോസ് ടു എയർ ആയ നമുക്കറിയാം എന്താണ്, അയേൺ കുറച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും അല്ലേ. റസ്റ്റിംഗ് ഓഫ് അയേൺ, കൊറോഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ആ റസ്റ്റിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ പുറത്ത് വേറെ കോട്ടിങ് കൊടുക്കുക, എന്നാൽ ഷൈനിങ് ആയിട്ടുള്ളത്. സോ അതെല്ലാം എന്താണ്, ഇലക്ട്രോപ്ലേറ്റിംഗ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഔട്ടർ ലെയറിൽ കോട്ടിങ് കൊടുക്കുക. അതായത് ഒരു ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എയറുമായിട്ടോ വാട്ടറുമായിട്ടോ ഒന്നും അത്ര റിയാക്ട് ചെയ്യാത്തൊരു ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഇതുപോലെ അയേൺ പോലത്തെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ മേലെ കോട്ട് ചെയ്യുക. ഒരു ലെയർ ഓഫ് മെറ്റൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഡെപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് എനി ഡിസൈർഡ് മെറ്റൽ ഓൺ അനദർ മെറ്റൽ ബൈ മീൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വേറൊരു എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പം നമ്മൾ അയേൺ ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പാലത്തിലൊക്കെ നമ്മൾ എന്താണ് അയേൺ ബ്രിഡ്ജസ് അയേണിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാലുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് കൊറോഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ സിങ്കിൻ്റെ കോട്ടിംഗ് ആണ് പുറത്തോട്ട് കൊടുക്കുക. സോ സിങ്കിനെ എങ്ങനെ അയേണിൻ്റെ മേലെ നമ്മൾ കോട്ട് ചെയ്യണു അല്ലെങ്കിൽ എങ്ങനെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യണു എന്നുള്ളത് നോക്കാം. ഇതേ സെയിം എക്സാമ്പിൾ നിങ്ങൾക്ക് യൂസസിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ. യൂസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, എക്സസൈസിൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോ എക്സ്പെരിമെൻ്റ് സെറ്റപ്പൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സിനെ എടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കും, ഏത് നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കും. ഏത് മെറ്റലാണോ നമുക്ക് കോട്ടിംഗ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കുക. സോ ഇവിടെ പറയൂ, ഏതാണ് അയേണും സിങ്കും ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളത്. നമുക്ക് എന്താ വേണ്ടത്, അയേണിൻ്റെ മേലെയാണ് സിങ്കിൻ്റെ കോട്ടിങ് ചെയ്യേണ്ടത് അല്ലേ. അയേണല്ലേ നമുക്ക് കൊറോഷൻ വരിക. സോ അയേൺ എന്തായിട്ട് എടുക്കും, ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ് ആരാണ്, ഓഫ് കോഴ്സ് സിങ്ക് അല്ലേ. സോ അഗെയിൻ പോസിറ്റീവ് ടെർമിനൽ ആരാണ്, സിങ്ക് ആണ്. എന്തിനെയാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ നമ്മൾ എവിടെ വെക്കും, നെഗറ്റീവ് ടെർമിനലിൽ വെക്കും, ദാറ്റ് ഇസ് അയേൺ. ഇനി നമ്മളെടുത്ത സൊല്യൂഷനെ കുറിച്ച് നോക്കണം. ഏത് സൊല്യൂഷൻ നമ്മൾ എടുക്കും. ഈ പോസിറ്റീവ് ടെർമിനലിലെ സിങ്ക് ഉണ്ടല്ലോ, ഇതേ സിങ്കിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതായത് ഏത് കോട്ടിംഗ് ആണോ ചെയ്യണത്, സിങ്കിൻ്റെ കോട്ടിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോണത് അല്ലേ. അപ്പോൾ അതടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെ വേണം എടുക്കാൻ. സോ സിങ്കിൻ്റെ സോൾട്ട് എന്ന് പറയുന്നത് ഒരു സിങ്ക് സൾഫേറ്റ് എന്ന് നമുക്ക് വെറുതെ ഒന്ന് കൊടുക്കാം കേട്ടോ. സിങ്ക് സൾഫേറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വാട്ടറിലുള്ളതാണല്ലോ. അപ്പോൾ ഈ സിങ്ക് സൾഫേറ്റ് സോൾട്ട് നമ്മൾ കുറച്ച് എടുത്തിട്ട് ഈ സൊല്യൂഷൻ അതായത് വെള്ളത്തിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സൊല്യൂഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് മെറ്റൽസ് തന്നിട്ടും ഇതിൻ്റെ മേലെ കോട്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. സോ ഞാനിപ്പോൾ പറഞ്ഞുകൂടെ സിങ്ക് സൾഫേറ്റ് എന്ന്. അപ്പോൾ സിങ്ക് സൾഫേറ്റ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സിങ്ക് വേണം എന്നുള്ളത് അറിയാമല്ലേ. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, സിങ്ക് സോൾട്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. സൾഫേറ്റ് എന്ന് ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സിങ്ക് ക്ലോറൈഡോ സൾഫേറ്റോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ സാൾട്ടുകളാണ് സിങ്കിൻ്റെ. അപ്പം നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ നിങ്ങൾ ഒരു മെറ്റൽ സോൾട്ടാണത് അല്ലേ. ഇപ്പോൾ സിങ്ക് എന്നുള്ളത് അറിയുണ്ടാവും, കാരണം ഒരു കോട്ടിങ് ചെയ്യേണ്ടത് ഇന്ന ആളാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ സോൾട്ട് എന്ന് പറഞ്ഞാൽ മതി. സിങ്ക് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അല്ലെങ്കിൽ സിങ്ക് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ.
എന്തായാലും ഇതിനപ്പുറത്തോട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ കൂടുതലും സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ്, ഇനി കോപ്പറാണ് എടുക്കുന്നതെങ്കിൽ കോപ്പർ സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക് ടു ദിസ്, ഇവിടെ എന്താണ് സിങ്ക് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സിങ്കിൻ്റെ തന്നെ സൊല്യൂഷനാണ് നമ്മൾ എടുക്കേണ്ടത്. സിങ്ക് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, സോ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് തുടങ്ങി. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചു, ഇതുപോലൊരു സൊല്യൂഷനിലോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ അത് ഡിസോസിയേറ്റ് ചെയ്യും, അല്ലെ, സ്പ്ലിറ്റ് ചെയ്യും. സിങ്ക് സൾഫേറ്റ് ഗെറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു സിങ്ക് ആൻഡ് സൾഫേറ്റ്. സിങ്ക് ആയിട്ടും സൾഫേറ്റ് ആയിട്ടും മാറും. സോ ഞാൻ പറഞ്ഞു, ഈ ആദ്യത്തെ ആൾക്ക് എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, അല്ലേ? അതുപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും ഈ രണ്ടാമത് ഇരിക്കുന്ന ആള്. സോ ഈ സിങ്കും സൾഫേറ്റും എന്തായി? ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്ത്? സിങ്ക്. സൾഫേറ്റ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സിങ്ക് എങ്ങോട്ട് പോകും? എന്തായാലും അയേണിൻ്റെ അടുത്തോട്ട് പോകും, അല്ലേ? ആ ഭാഗത്താണ്, അതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ്ലി ആയിട്ടുള്ള സിങ്ക് എങ്ങോട്ട് പോകും? നെഗറ്റീവ് ഉള്ള അയേണിൻ്റെ ഇലക്ട്രോഡിലേക്ക്. പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ, അല്ലേ? അപ്പം നമ്മുടെ സിങ്ക് അവിടെ കോട്ടിംഗ് ആയി തുടങ്ങി, ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങി. സോ ഇതെല്ലാം ഈ സൊല്യൂഷനിൽ നിന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് സിങ്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിലത്തെ സിങ്ക് മൊത്തം അതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സൊല്യൂഷനിൽ നിന്നും നഷ്ടപ്പെട്ട ലൂസായിട്ട് കൊണ്ടിരിക്കുന്ന സിങ്കിനെ ആര് കൊടുക്കും? ഈ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നമ്മൾ എടുത്തിട്ടുള്ള സിങ്ക് കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. ഓക്കെ, ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് സിങ്ക് ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ ദ സൊല്യൂഷൻ. എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്ര തന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് സിങ്കിനെ തന്നെയാണ് ഈ ഇലക്ട്രോഡ് സൊല്യൂഷനിലോട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ എമൗണ്ട് ഓഫ് സിങ്ക് get dissolved in the solution. So the loss of zinc in the solution is restored, അല്ലേ? അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇതിൽ നിന്ന് അങ്ങോട്ട് പോകും, അതേ എമൗണ്ടിൽ ഇലക്ട്രോഡ്സിൽ നിന്നും സിങ്കിനെ താഴോട്ട് തന്നെ സൊല്യൂഷനിലോട്ട് കൊടുക്കും, സൊല്യൂഷനിൽ നിന്നും വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യും. സോ ആ പ്രോസസ് ദാറ്റ് കീപ്സ് ഗോയിങ്. സോ ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യണത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചോദിക്കും. നിങ്ങൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ എടുക്കുക, ഏതിനെ നമ്മൾ രണ്ട് മെറ്റൽസ് തരും നിങ്ങൾക്ക്, എന്നിട്ട് ഇന്ന സാധനം ഇന്നതിൻ്റെ മേലെ കോട്ട് ചെയ്യണം. അപ്പോൾ ഏതിന് പോസിറ്റീവ് ടെർമിനൽ നിങ്ങൾ എടുക്കും, ഏത് നെഗറ്റീവ് ടെർമിനൽ എടുക്കും, അതുപോലെ സൊല്യൂഷൻ നിങ്ങൾ എന്താണ് എടുക്കേണ്ടത്, ഇതൊക്കെയാണ് ഇതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഡിസോസിയേറ്റ് ചെയ്യും. ആ മെറ്റൽ സാൾട്ട് ഡിസോൾവ് ചെയ്തിട്ടുള്ള എന്താണോ സംഭവം, ഇപ്പോൾ സിങ്ക് സൾഫേറ്റ് ആണ്, കോപ്പർ സൾഫേറ്റ് ആണ്, ഇനി എന്താ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ സംഭവം അവിടെ ഡിസോസിയേറ്റ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ സിങ്ക് ആണെങ്കിൽ സിങ്കും സൾഫേറ്റുമായി വേറെ വേറെ ആകും. ഇനി കോപ്പർ സൾഫേറ്റ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പർ വേറെയായി പോകും, സൾഫേറ്റ് വേറെ ആയി പോകും. സോ ഈ ഡിസോസിയേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജിലുള്ള ആളുണ്ടല്ലോ, അത് എവിടേക്ക് പോകും? നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്ത് അട്രാക്ട് ചെയ്ത് പോകും. ഇറ്റ് ഡ്രോൺസ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയും. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് ഇലക്ട്രോഡിൽ അയൺ പോലുള്ള നമുക്ക് എന്തിലാണോ കോട്ടിങ് ചെയ്യേണ്ടത് അതിനെ കൊണ്ട് നെഗറ്റീവിൽ വെക്കും. പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഏതാ വെക്കുക? നമ്മൾ പ്രൊട്ടക്ഷൻ ആയിട്ട് അടിക്കുന്ന സാധനം, കോട്ടിങ് എന്താണോ ചെയ്യണത് ആ സാധനവും സൊല്യൂഷനും ഒന്നായിരിക്കണം, അത് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഈ പോയിന്റ് ക്ലിയർ ആയില്ലേ? നമ്മളെ മൂന്നാമത്തെ കെമിക്കൽ ഇഫക്റ്റ് ആയ ഡെപ്പോസിറ്റ്സ് ഓഫ് മെറ്റൽ മേ ബി സീൻ ഓൺ ഇലക്ട്രോഡ്സ് എന്നുള്ള പോയിന്റ് ഇവിടെ ക്ലിയർ ആയില്ലേ? സോ ആ കെമിക്കൽ ഇഫക്റ്റിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഈ കെമിക്കൽ ഇഫക്ട്സ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫ് ആപ്ലിക്കേഷനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, ദാറ്റ് ഇസ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. അത് നമുക്ക് എക്സാമ്പിളിലൂടെ എങ്ങനെ പ്യൂരിഫിക്കേഷനും ചെയ്യാം. ഇലക്ട്രോപ്ലേറ്റിംഗ് തന്നെയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷെ നമുക്കൊരു മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യാന്നുള്ളതാണ്, അതൊരു അപ്ലിക്കേഷനാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റി തന്നെയാണ്, പ്ലസ് നിങ്ങളുടെ 12th ക്വസ്റ്റ്യൻ ഓഫ് എക്സസൈസും കൂടിയാണ്. സോ രണ്ടിനെ കണക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ആ 12th ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നീട് നമുക്ക് ഇനി ഞാൻ എക്സസൈസ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം, ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദ പ്രോസസ് ദാറ്റ് യു സോ ഇൻ ആക്ടിവിറ്റി 14.7 ഈസ് യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് കോപ്പർ. ആക്ടിവിറ്റി 14.7 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. എന്തായാലും അത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ഓക്കെ, 14.7 ആക്ടിവിറ്റിയിലുള്ളത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കാം. എ തിൻ പ്ലേറ്റ് ഓഫ് പ്യുവർ കോപ്പർ. ഓക്കെ, ഒരു പ്ലേറ്റ് ഏതാണ്? പ്യുവർ കോപ്പർ ആണ്. ആൻഡ് എ തിക്ക് റോഡ് ഓഫ് ഇംപ്യുവർ കോപ്പർ
വേറൊരു പ്ലേറ്റ് ഏതാണ്? ഇംപ്യൂർ കോപ്പറാണ്. കോപ്പറിൽ തന്നെ വേറെ ഇമ്പ്യൂരിറ്റീസൊക്കെ ഉള്ള വേറൊരു പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണം ഉണ്ട്. ഓക്കെ, ആർ യൂസ്ഡ് ആസ് ഇലക്ട്രോഡ്സ്. ഇപ്പോൾ 2 ഇലക്ട്രോഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് പ്യുവർ ആയിട്ടുള്ള കോപ്പറും ഒന്ന് ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറുമാണ്. കോപ്പർ ഫ്രം ഇംപ്യൂർ റോഡ് is sought to be transferred to the tin copper plate. അതായത് നമുക്ക് ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിൽ നിന്നുള്ള നല്ല കോപ്പേഴ്സിനെ കൊണ്ടുവന്നിട്ട് പ്യുവറായിട്ട് വെച്ചിട്ടുള്ള കോപ്പറിലോട്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കണം. അതായത് നല്ല കോപ്പറിന് മാത്രം ഇങ്ങോട്ട് കിട്ടണം. സോ വിച്ച് ഇലക്ട്രോഡ് ഷുഡ് ബി അറ്റാച്ച് ദ പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി ആൻഡ് വൈ. സോ ഏതിനെ നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കും ആൻഡ് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുൾ പ്രോസസ്സ് അവിടെ ഡിസ്കസ് ചെയ്യണം, പറയണം. അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടണം. ഓക്കെ, സോ നമ്മൾ ബാറ്ററി ഒക്കെ എടുത്തു, ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്ത് 2 ഇലക്ട്രോഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നോക്കാം നമുക്ക് ഏതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ് എടുക്കേണ്ടത്, ഏതാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഏതിനാണോ കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് വെക്കണം അല്ലേ. സോ ഇവിടെ ഏതിനെടുക്കും? പ്യുവർ കോപ്പർ പ്ലേറ്റിന് എടുക്കണം അല്ലേ. അപ്പോൾ പ്യുവറിലോട്ട് വന്നിട്ടാണ് നമുക്ക് ഇംപ്യൂറിൽ നിന്ന് നല്ല കോപ്പറിനെ കൊണ്ടുവന്നിട്ട് ഇതിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവ് ടെർമിനലിൽ വെക്കും. എന്തിനെ? പ്യുവർ കോപ്പർ പ്ലേറ്റിനെ. ഇനി എവിടെ നിന്നാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലാണല്ലേ. അപ്പോൾ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിനെ നമ്മൾ എവിടെ വെക്കണം? പോസിറ്റീവ് ടെർമിനലിൽ വെക്കണം അല്ലേ. സൊല്യൂഷൻ ഏതാണ് എടുക്കേണ്ടത്? ഓഫ് കോഴ്സ് ഈ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ഏതാണ് വെച്ചിരിക്കുന്നത് അത് ഉള്ള സൊല്യൂഷൻ തന്നെ എടുക്കണം അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഈ കേസിൽ 2ഉം കോപ്പറാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പോസിറ്റീവിൽ എടുത്ത് അതിൻ്റെ തന്നെ സൊല്യൂഷൻ വേണം എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം വേറെ മെറ്റൽസ് തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ പാടില്ല. സോ നമുക്ക് എന്തെടുക്കാം? സൊല്യൂഷനായിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കാം. അതായത് കോപ്പറിൻ്റെ ഒരു സോൾട്ട് ദാറ്റ് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ദാറ്റ് ഇസ് ദ സൊല്യൂഷൻ അല്ലേ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ശ്രദ്ധിക്കുക, പോസിറ്റീവ് ടെർമിനൽ എടുത്തത് തന്നെയാണ് നമ്മുടെ സൊല്യൂഷനിൽ വേണ്ടത് കേട്ടോ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കോപ്പർ സൾഫേറ്റ് ഡിസോസിയേറ്റ് ചെയ്യും അല്ലേ. കോപ്പറായിട്ടും പോസിറ്റീവ്ലി ചാർജ്ഡ് കോപ്പറായിട്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് സൾഫേറ്റും ആയിട്ടും അത് ഡിസോസിയേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് പോകും. അങ്ങനെ ഈ സൊല്യൂഷനിൽ നിന്നുമുള്ള കോപ്പർ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള കോപ്പർ എങ്ങോട്ട് പോകും? നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് പോകും അല്ലേ. സോ ലോസ് ആയി തുടങ്ങി ഈ സൊല്യൂഷനിൽ കോപ്പർ ലോസ് ആയി തുടങ്ങി. ഈ കോപ്പറിൻ്റെ ലോസിനെ ആര് നികത്തും? ഈ പോസിറ്റീവ് ഇലക്ട്രോഡിലെ ദാറ്റ് ഇസ് ഇംപ്യൂർ കോപ്പറിൽ നിന്നുള്ള പ്യുവർ ആയിട്ടുള്ള കോപ്പറുകളൊക്കെ ഇങ്ങോട്ട് താഴോട്ട് ഡിസോൾവ് ചെയ്ത് വരും അല്ലേ. സോ ആ സൊല്യൂഷനിലുള്ള കുറവൊക്കെ ആര് നികത്തും? ഈ ഇംപ്യൂർ കോപ്പറിൽ നിന്നുള്ള അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്നുള്ള ആള് നികത്തും. സോ ശ്രദ്ധിക്കുക, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോസിറ്റീവ് ഇലക്ട്രോഡും സൊല്യൂഷനും ഒരുപോലെ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് പ്രോസസ് കീപ്സ് ഗോയിങ് അല്ലേ. അങ്ങനെ ആ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിൽ നിന്ന് നല്ല കോപ്പറൊക്കെ ഇങ്ങോട്ട് വന്ന് എന്താണ് ഇതിലോട്ട് ഫുൾ ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഫുൾ പ്യുവർ ആയിട്ടുള്ള കോപ്പറിന് കിട്ടും അല്ലേ. സോ ദിസ് ഇസ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് കോപ്പർ. അപ്പോൾ നമുക്ക് പ്യൂരിഫിക്കേഷൻ ഓഫ് എനി മെറ്റൽസിന് നമുക്ക് എന്ത് ഈ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ പ്രോസസ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. സോ നമുക്ക് ഇനി എക്സാമിന് അപ്ലിക്കേഷൻസ് ഓഫ് കെമിക്കൽ ഇഫക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റലും പറയാം. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കോപ്പർ, നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ. അതുപോലെ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ എന്ത് പറയുമ്പോഴും നമ്മൾ അതിൻ്റെ ഫിഗർ ഇതിൽ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഫിഗറിന് പ്രത്യേകം മാർക്ക് ഉണ്ടാവും. പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്, അതിൻ്റെ പേര് അതുപോലെ ആ സൊല്യൂഷൻ്റെ പേര് ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഈ 14.7 എന്നുള്ള ആക്ടിവിറ്റി ഒന്നുമില്ല. ഇംപ്യൂർ കോപ്പർ ഒന്നല്ല യൂസ് ചെയ്തിരിക്കുന്നത്, 2 പ്യുവർ ആയിട്ടുള്ള 2 കോപ്പർ. അപ്പോൾ ആ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ സിമ്പിൾ എക്സാമ്പിൾ അല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്ത രീതിയിലായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 2ഉം ഇലക്ട്രോഡ്സ് ഏതൊക്കെയാണ്? 2ഉം കോപ്പർ പ്ലേറ്റ് തന്നെയാണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അവിടെ ഡിസോസിയേറ്റ് ചെയ്യും, കോപ്പർ ആയിട്ടും സൾഫേറ്റ് ആയിട്ട് പോകും. കോപ്പർ ആയിട്ടുള്ള പ്ലസ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കോപ്പർ എന്ത് ചെയ്യും? നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് പോകും അല്ലേ. അപ്പോൾ അത്രയും തന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് കോപ്പറിന് ആര് കൊടുക്കും?
പോസിറ്റീവ് ഇലക്ട്രോഡിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കോപ്പർ പ്ലേറ്റ് കൊടുക്കും അല്ലേ. ദാറ്റ് പ്രോസസ് കീപ്സ് ഗോയിങ് അല്ലേ. സോ കെമിക്കൽ ഇഫക്റ്റ് എന്താണ്, അതിൽ എന്തൊക്കെ കെമിക്കൽ ഇഫക്ട്സ് ആണ് കാണിക്കുക, റിയാക്ഷൻസ് എന്തൊക്കെയാണ് കാണിക്കുക, 3 എണ്ണം അല്ലേ. ഗ്യാസ് ബബിൾസ്, ഇതുപോലെ മെറ്റൽ ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നത്, പിന്നെ കളർ ചേഞ്ച് ഓഫ് ദ സൊല്യൂഷൻ. 3 കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അപ്ലിക്കേഷൻസ് ആയ ഇലക്ട്രോപ്ലേറ്റിങ്ങും പ്യൂരിഫിക്കേഷൻ ഓഫ് എനി മെറ്റൽസ്. ഓക്കെ, ഇലക്ട്രോപ്ലേറ്റിംഗ് എങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സ്, അതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ യൂസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഓർണമെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ടാപ്സ്, പൈപ്പുകളൊക്കെ ഉണ്ടല്ലോ, ടാപ്സിൽ കാറിൻ്റെ പാർട്സ്, അതുപോലെ കിച്ചൺ ഗ്യാസ് ബർണേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ മേലുള്ള കോട്ടിങ്, വീൽ റിംസ്, ബൈസിക്കിൾ ഹാൻഡ് ബാർ, ഇതിലെല്ലാം തന്നെ ആ ഷൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കോട്ടിങ് എന്ന് പറയുന്നത് ക്രോമിയമാണ്. ക്രോമിയം എന്നുള്ള മെറ്റലാണ് അതിൻ്റെ മേലെ കോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഇതിൻ്റെ മേലെ കോട്ട് ചെയ്തിരിക്കുന്ന മെറ്റൽ ഏതാണ്, അപ്പോൾ അത് ക്രോമിയമാണ്. ഓക്കെ, അപ്പോൾ ഈ ക്രോമിയം എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ചാൽ അത് വളരെ ലെസ് റിയാക്റ്റീവാണ്, പെട്ടെന്ന് കൊറോഷനൊന്നും ചെയ്യില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്ക്രാച്ച് ചെയ്താലൊന്നും പെട്ടെന്ന് അത് സ്ക്രാച്ച് ആവില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് റെസിസ്റ്റ് സ്ക്രാച്ചസ്, ഇറ്റ് ഡസ് നോട്ട് കൊറോഡ്. അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ക്രോമിയം ഹാസ് വെരി ഷൈനിങ് അപ്പിയറൻസ്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ഈ ക്രോമിയം കോട്ടിങ് ചെയ്യണത്. അപ്പോൾ ഈ ഉള്ളിലുള്ളത് വളരെ ചീപ്പായിട്ടുള്ള മെറ്റൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ അയേൺ പോലത്തെ മെറ്റൽ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇതിന് മേലെ ക്രോമിയം കോട്ടിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് അപ്പോൾ ഫുള്ളായിട്ട് അത് ക്രോമിയം കൊണ്ട് തന്നെ അത് ഉണ്ടാക്കിക്കൂടെ എന്ന് ചിന്തിക്കാം. അപ്പോൾ അതെന്താ റീസൺ എന്ന് വെച്ചാൽ ഈ ക്രോമിയത്തിന് ഭയങ്കര വിലയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ നമുക്ക് ക്രോമിയം ഫുള്ളായിട്ട് അതുകൊണ്ട് ഈ പൈപ്പും എല്ലാം ഫുള്ളായിട്ട് ക്രോമിയം കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അല്ലേ. സോ ഓൺലി എ കോട്ടിംഗ് ഓഫ് ക്രോമിയം ഓവർ ചീപ്പ് മെറ്റൽ ഇസ് ഡെപ്പോസിറ്റഡ് ഹിയർ. അതുപോലെ തന്നെ നമുക്ക് ഈ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഫുള്ളായിട്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്കറിയില്ല, ഗോൾഡിൻ്റെ ഒക്കെ വില അറിയില്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ചീപ്പായിട്ടുള്ള മെറ്റൽസിൻ്റെ മേലെ ചെറുതായിട്ടൊരു ഗോൾഡ് കോട്ടിങ് കൊടുക്കുക, ഗോൾഡിൽ സിൽവറൊക്കെ കോട്ടിങ് കൊടുക്കുക, ഒരു ചീപ്പായിട്ടുള്ള ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ മേലെ. അങ്ങനെയാണ് ജ്വല്ലറി മേക്കേഴ്സൊക്കെ നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്, ഈ റോൾ ഗോൾഡൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ടിൻ ക്യാൻസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഫുഡൊക്കെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പ് കീപ്പേഴ്സും എല്ലാം ടിൻ ക്യാൻസ് യൂസ് ചെയ്യണം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട് ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി അതെന്താണെന്ന് വെച്ചാൽ അയേൺ ക്യാൻസ് ആണ്, അതിൻ്റെ മേലെ ടിന്നിൻ്റെ കോട്ടിങ് ചെയ്തിരിക്കുകയാണ്. ടിൻ എന്ന് വെച്ചാൽ വേറൊരു മെറ്റലാണ്, അയേൺ എന്നുള്ളത് ഒരു മെറ്റലാണ് അല്ലേ. അയേൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് റസ്റ്റിംഗ് ആവും, കൊറോഷൻ സംഭവിക്കും. അപ്പോൾ അയേണും ഈ ഫുഡും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ ചീത്തയായി പോകും, സ്പോയിലായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിന്ന് വെരി ലെസ് റിയാക്റ്റീവ് ടു എയർ, വാട്ടർ, എവറിത്തിങ്. അപ്പോൾ ഈ ഫുഡ് ഒട്ടും കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് ടിൻ ക്യാൻസിൽ പറ്റും. ബിക്കോസ് ടിൻ ക്യാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളിൽ ആക്ച്വലി അയേൺ ആണ്, ടിന്നിൻ്റെ ഒരു കോട്ടിങ് മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ വേറൊരു എക്സാമ്പിൾ വെച്ചാൽ സിങ്ക് ഓൺ അയൺ. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ബ്രിഡ്ജസിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ബ്രിഡ്ജസ് ഒക്കെ നല്ല സ്ട്രോങ് ആയി കിട്ടാൻ നമുക്ക് അയൺ യൂസ് ചെയ്യണം. പക്ഷെ അതിൻ്റെ മേലെ എന്താണ്, സിങ്ക് കോട്ടിംഗ് ആണ് കൊടുക്കുന്നത് അവിടെ. ഓക്കെ, എന്തിനാണത്, കൊറോഷനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് സിങ്ക് കോട്ടിംഗ് കൊടുക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ആയിട്ട് ചെയ്ത് നോക്കിയത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. പെട്ടെന്ന് നമുക്ക് എക്സസൈസ് പ്രോബ്ലംസ് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് വൺ, most liquids that conduct electricity are solutions of dash dash and dash. of course എന്തൊക്കെയാണ്, salt, acid, base അല്ലേ. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നുമുണ്ടെങ്കിൽ ആ ലിക്വിഡ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യും അല്ലേ. B, the passage of an electric current through a solution causes dash effects. എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് കറണ്ട് പോകുമ്പോൾ? കെമിക്കൽ ഇഫക്ട്സ് അല്ലേ. അതല്ല നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. If you pass current through copper sulfate solution, copper gets deposited on the plate connected to dash terminal of the battery. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നെഗറ്റീവ് ടെർമിനലായിരിക്കും അല്ലേ. നെഗറ്റീവ് ടെർമിനലിലോട്ടായിരിക്കും കോപ്പർ പോകുന്നുണ്ടാവുക. കാരണം കോപ്പർ സൾഫേറ്റിൽ ഡിസോസിയേറ്റ് ചെയ്യും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അത്. അപ്പോൾ കോപ്പർ പ്ലസ് ആകും, പോസിറ്റീവാണ്. ആ പോസിറ്റീവ് എങ്ങോട്ട് പോകും? നെഗറ്റീവ് ടെർമിനലിലോട്ട് പോകും അല്ലേ. The process of depositing a layer of any desired metal on another material by means of electricity is called electroplating. അല്ലേ. Second question, when the free ends of a tester are dipped into a solution, the magnetic needle shows deflection.
ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ? മാഗ്നറ്റിക് നീഡിൽ അവിടെ ഡിഫ്ലക്ഷൻ കാണിച്ചു എന്നുള്ളതിന് അർത്ഥം എന്താണ്? അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്തു. അതിൻ്റെ മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ അവിടെ സർക്യൂട്ട് കംപ്ലീറ്റഡ് ആയിരുന്നു അല്ലേ? സർക്യൂട്ട് കംപ്ലീറ്റ് ആയാൽ അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു, അതാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഇസ് ദ റീസൺ. ഓക്കെ. തേർഡ് വൺ, നെയിം 3 ലിക്വിഡ്സ് വിച്ച് വെൻ ടെസ്റ്റഡ് ഇൻ എ മാനർ ഷോൺ ഫിഗർ 14.9 കൊടുത്തിട്ടുണ്ട്. ഇത് ഫിഗർ കാണാം. മേ കോസ് ദ മാഗ്നറ്റിക് നീഡിൽ ടു ഡിഫ്ലക്ട്. സോ ഈ ഫിഗറിൽ കാണുന്ന സൊല്യൂഷൻ ഏതൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കാണിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും 3 എണ്ണം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വാട്ടറിലോട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അപ്പോൾ ആസിഡിക്കായി. അതുപോലെ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായി? ബേസിക്കായി അല്ലേ? ഇനി നോർമലി ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലാണ്ട് നമ്മളൊരു ടാപ്പ് വാട്ടർ എടുത്താൽ, ടാപ്പ് വാട്ടർ നമുക്ക് എക്സാമ്പിൾ പറയാം. അതിൽ ഓൾറെഡി എന്താണ്? ഒരു മിനറൽ സോൾട്ട് ഓൾറെഡി അതിൽ പ്രസന്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം ടാപ്പ് വാട്ടറും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫോർത്ത് വൺ, ദ ബൾബ് ഡസ് നോട്ട് ഗ്ലോ ഇൻ ദ സെറ്റപ്പ് ഷോൺ ഇൻ ദിസ് ഫിഗർ. ലിസ്റ്റ് ദ പോസിബിൾ റീസൺസ്. എക്സ്പ്ലെയിൻ യുവർ ആൻസർ. ബൾബ് ഗ്ലോ ചെയ്യുന്നില്ലെങ്കിൽ എന്തൊക്കെ റീസൺസ് ആവാമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഒന്നുമില്ലെങ്കിൽ വയേഴ്സൊക്കെ ലൂസ് കണക്റ്റഡ് ആയിരിക്കും അല്ലേ? അതുമല്ലെങ്കിൽ ബൾബ് ഫ്യൂസ് ചെയ്ത ബൾബായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ തേർഡ് റീസൺ എന്ന് പറയുന്നത് ബാറ്ററി അവിടെ നമ്മൾ യൂസ്ഡ് അപ്പ് ചെയ്തിട്ടുള്ളൊരു ബാറ്ററിയാണ്. ബാറ്ററി കഴിഞ്ഞൊരു ബാറ്ററിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഇത് ലിക്വിഡിലുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ലിക്വിഡ് മേ ബി പുവർ കണ്ടക്ടർ ആണെങ്കിലും അവിടെ എന്താണ്? കണ്ടക്ട് ചെയ്യില്ല അല്ലേ? സോ അതും ഒരു റീസൺ. ഫിഫ്ത്ത് വൺ, എ ടെസ്റ്റർ ഈസ് യൂസ് ടു ചെക്ക് ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ 2 liquids A, B. It is found that the bulb of the tester glows brightly for liquid A. Liquid A നന്നായിട്ട് കത്തി. While it glows very dimly for ലിക്വിഡ് ബി. ലിക്വിഡ് ബി വളരെ കുറവായിട്ട് ഡിമ്മായിട്ട് കത്തി. ഓക്കെ. യു വുഡ് കൺക്ലൂഡ് ദാറ്റ് എന്തൊക്കെയാണ്? ലിക്വിഡ് എ ഈസ് ബെറ്റർ കണ്ടക്ടർ ദാൻ ലിക്വിഡ് ബി. ഓഫ് കോഴ്സ് അത് തന്നെയാണ് ഉത്തരം അല്ലേ? ലിക്വിഡ് എ നന്നായിട്ട് കത്തിയിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് എ ആണ് കൂടുതൽ നല്ല ബെറ്റർ കണ്ടക്ടർ എന്നാണ് പറയുന്നത്. സോ വേറെ ഓപ്ഷൻസൊക്കെ ഒന്നും പോകണ്ട, അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ആൻഡ് സിക്സ്ത് വൺ, ഡസ് പ്യുവർ വാട്ടർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഇഫ് നോട്ട്, വാട്ട് ക്യാൻ വി ഡു ടു മേക്ക് ഇറ്റ് കണ്ടക്ടിങ്? സോ പ്യുവർ വാട്ടർ കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ട്. വളരെ പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു ഡിസ്റ്റിൽഡ് വാട്ടർ. സോ നോ, ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. അപ്പോൾ അത് കണ്ടക്ടിങ് ആക്കാൻ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം? സാൾട്ടോ ആസിഡോ ബേസോ ആഡ് ചെയ്താൽ മതി അല്ലേ? സെവൻത് വൺ, ഇൻ കേസ് ഓഫ് എ ഫയർ ബിഫോർ ദ ഫയർമാൻ യൂസ് വാട്ടർ ഹോസസ്, they shut off the main electrical supply for the area. Explain why they do this. So fireman ഇത് ഇലക്ട്രിക്കൽ സപ്ലൈ ഓഫ് ആകുന്നത് എന്തുകൊണ്ടാണ്? വാട്ടർ ഹോസസിൽ വരുന്നതിന് മുമ്പായിട്ട്. കാരണം അവിടെ വാട്ടർ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി അല്ലേ? ഇവിടത്തെ കേസ് മെയിൻലി നമ്മൾ പറയണം വാട്ടർ എന്താണ്? ഇത് ഹോസസിലൂടെ വരുന്ന വാട്ടറാണ്. അപ്പോൾ എന്താണ്? അത് പ്യുവർ ആയിട്ടുള്ള വാട്ടർ അല്ല. അതിൽ നാച്ചുറലി പ്രസൻ്റ് ആയിട്ടുള്ള മിനറൽ സോൾട്ട് അതിലുണ്ടാവും. ഇറ്റ് മേക്സ് ദാറ്റ് വാട്ടർ മോർ കണ്ടക്ടിങ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണം കേട്ടോ. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഷോക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. സോ 8th question, a child staying in a coastal region tests the drinking water and also the sea water with his tester. He finds that the compass needle deflects more in the case of sea water. Can you explain the reason? അപ്പോൾ നമ്മൾ എന്താണ്? സീ വാട്ടർ കൂടുതൽ ഡിഫ്ലക്ഷൻ കാണിച്ചു എന്ന് പറയുന്നത്. അത് ഷുവറായിട്ട് നമുക്ക് റീസൺ അറിയാവുന്നതാണ്. എന്താണ്? സീ വാട്ടറിലാകുമ്പോൾ സോൾട്ട് കണ്ടൻറ്റ് ഉണ്ടല്ലേ? സോൾട്ട് ഉള്ള വെള്ളമാണെങ്കിൽ എന്താണ്? കൂടുതൽ കണ്ടക്റ്റിംഗ് ആയിരിക്കും. ദാറ്റ് മേക്സ് ഇറ്റ് എ ഗുഡ് കണ്ടക്ടർ എന്നാണ് ആൻസർ വരേണ്ടത്. ഓക്കെ. 9th one, is it safe for the electrician to carry out electrical repairs outdoors during heavy downpour? Explain. So heavy downpour പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്ത് ഇലക്ട്രീഷ്യൻസ് ഇലക്ട്രിക്കൽ റിപ്പയർസ് ഒക്കെ ചെയ്യാൻ പാടും പുറത്ത് വെച്ചിട്ട്. അപ്പോൾ ചെയ്യാൻ പാടില്ല അല്ലേ? അപ്പോൾ നമുക്കറിയാവുന്നതാണ് നല്ല വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? വാട്ടർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഈ സെയിം നമ്മൾ പറഞ്ഞ അതേ റീസൺസ് തന്നെയാണ്. ഓക്കെ. 10th one, Paheli had heard that rainwater is as good as distilled water. So she collected some rainwater in a clean glass tumbler and tested it using a tester. To her surprise, she found that the compass needle showed deflection. What could be the reason? So rainwater എന്ന് പറയുന്നത് പ്യുവർ വാട്ടർ തന്നെയാണ്. ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ അത്ര തന്നെ പ്യുവർ ആണ്. പക്ഷേ ഇവിടെ കണ്ടക്റ്റിംഗ് ആണെന്ന് കാണിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഡിഫ്ലക്ഷൻ കാണിച്ചു മാഗ്നറ്റിക് നീഡിൽ. അപ്പോൾ അത് എന്തുകൊണ്ടാവാം? സോ ഈ റെയിൻ വാട്ടർ എന്ന് പറയുമ്പോൾ അത് മേലെന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടല്ലേ? നമുക്കറിയാം നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇതെല്ലാം എന്താ പറയുക നമ്മൾ
നമ്മുടെ ഈ പൊല്യൂഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ബേസിക് ഓക്സൈഡ്സ് ആണ്. ബേസിക് ഓക്സൈഡ്സ് ആർ അസിഡിക് എന്ന് നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചു. അപ്പോൾ ഈ അസിഡിക് ആയിട്ടുള്ള സംഭവം ഈ വെള്ളത്തിലൂടെ കളറുമ്പോൾ അത് അസിഡിക്കായി മാറിയ വെള്ളം അല്ലേ. അപ്പോൾ എന്തായി, ദാറ്റ് റെയിൻ വാട്ടർ ബിക്കംസ് കണ്ടക്ടിങ് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഓക്കെ, 11th one, prepare list of objects around you that are electroplated. ഒരുപാട് ഒബ്ജക്ട്സിനെ നമുക്ക് പറയാം. എന്തിനാ, ഇപ്പോൾ നമ്മുടെ ഒരു ബെൽറ്റ് എടുത്താൽ അതിൻ്റെ ബക്കിൾ ഇലക്ട്രോപ്ലേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഡോറുകളുടെ ഹാൻഡിൽസ് എല്ലാം ഇലക്ട്രോപ്ലേറ്റഡ് ആണ്. അതുപോലെ ഓർണമെൻറ്റ്സ്, ടിൻ ക്യാൻസ്, അതെല്ലാം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാം. 12th one നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആ ക്വസ്റ്റ്യൻ. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് എക്സസൈസ്. സോ ഞാൻ നോട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നോട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഞാനിവിടെ. ചാനലിൽ കയറിയിട്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോക്കുക. അറ്റ്ലീസ്റ്റ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ ചോദിക്കുക. ഞാൻ മാക്സിമം റിപ്ലൈസ് എല്ലാവർക്കും തരുന്നുണ്ട്. അത് പോരാത്തതിന് എല്ലാത്തിൻ്റെയും പാർട്ട് 1 അപ്ലോഡ് ചെയ്തതിലെല്ലാം ഞാൻ കമൻസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും അതിൻ്റെയൊക്കെ ലിങ്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. സോ see you in the next video in the next class. Till then, it's me, Shana, signing off.